മാവോ മാവോ ഡേയ് നിന്റെ അടുത്ത് ഞാൻ 100 വട്ടം പറഞ്ഞു എന്നെ മാമ മാമ എന്ന് വിളിക്കല്ലോ. നിന്നെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു മാഷാണ്. ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിന്റെ അച്ഛനെ പിന്നെ മാമ എന്നല്ല വിളിക്കാം, സാറേ എന്ന് വിളിക്കാൻ പറ്റും. എങ്ങനെ ഇവിടെ നിന്റെ വിദ്യാഭ്യാസം തരി എന്റെ മോളെ വിദ്യാഭ്യാസം തരി. നിന്നെ 6ാം ക്ലാസ് വരെ ഞാനാണ് പഠിപ്പിച്ചത്. നിനക്ക് എഴുതാനും വായിക്കാനെങ്കിലും അറിയാമോടാ? സാറ് പറഞ്ഞിട്ട് എന്തിനാണ് ഞാൻ എഴുതാതെ വന്നിട്ടുള്ളത്? മലയാളം എഴുതാൻ പറയും മലയാളം എഴുതാം, കേരളം എഴുതാൻ പറയും ഞാൻ കേരളം എഴുതാം. ഇതെല്ലാം ഞാൻ എഴുതിയില്ല സാറേ. സാർ അത് പറയും, എഴുത്തും വായന അറിഞ്ഞു സാറ് പറയും. നീ എഴുതി, നിന്റെ അടുത്ത് കേരളം എന്ന് എഴുതാൻ പറഞ്ഞപ്പോ നീ കോമളം ഒന്ന് എഴുതിയവനാണ്. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട. പിന്നെ രസം ഉണ്ടാക്കാൻ പറഞ്ഞപ്പം രസം ഉണ്ടാക്കി കൊണ്ടുവന്നവനാണ് നീ. ഈ നീയാണ് എന്റെ മോളെ പുറകെ നടക്കും. ഇപ്പോഴും ഞാൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല. ഇപ്പൊ എന്റെ ലെവല് മാറി. ഇപ്പൊ സാർ എന്റെ അടുത്ത് രസം ഉണ്ടാക്കിക്കൊണ്ടിരാൻ പറഞ്ഞു, ഞാൻ സൂപ്പർ രസം ഉണ്ടാക്കിക്കൊണ്ടിരും. സാമ്പാറിൽ ഒരു കഷ്ണം കുറയാതെ ഞാൻ ഉണ്ടാക്കുന്നു. അതിനുള്ള കഴിവ് എനിക്കുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് സാറിന് സാറിന്റെ മോളെ എനിക്ക് കെട്ടിച്ചില്ല. ഇവിടെ രസം ഉണ്ടാക്കുന്ന കാര്യം അല്ലടാ ഞാൻ പറഞ്ഞത്, ലസാവ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എടാ നിനക്ക് കായ്ക്ക പോലും അറിഞ്ഞൂടാത്ത നിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്തൊരു കാര്യമാടാ. സാറേ മാമ അങ്ങനല്ല. കായ്ക്ക ഞാൻ അറിഞ്ഞൂടാത്തന്റെ കാര്യം എന്താണ് സാറേ? അന്ന് എഴുത്തും വായന അറിഞ്ഞൂടാത്ത നമ്മളെ ഏറ്റവും പുറകിൽ കൊണ്ടിരുത്തി. അന്ന് സാർ നേരെ ഇരുത്തി നമ്മളെ പഠിപ്പിച്ചിരുന്നു. ഇന്ന് ഈ സാറിന്റെ മുമ്പ് വന്നോട് ഞാൻ ഇങ്ങനെ നാണം കിടണമായിരുന്നു സാറേ. സാറിന്റെ ജോലി സാറ് കൃത്യമായിട്ട് ചെയ്തിരുന്നു, ഞാൻ പഠിക്കുമായിരുന്നു. ഇപ്പോഴും സാറേ നമ്മൾ ആ ബാക്ക് പറ്റിയിട്ടുള്ളത് പോലെ തന്നെ ജീവിതം. ബസ്സിൽ കയറിയാൽ ബാക്കിൽ തൂക്കി കിടന്നു, മാറിപ്പോയാലും ബാക്ക് അറ്റത്ത് ക്യൂ നിൽക്കണം സാറേ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓടാ. പിന്നെ അന്ന് നിങ്ങളെ ബാക്കിൽ കൊണ്ടിരുത്തിയത് വേറെ ഒന്നും കൊണ്ടല്ല, നാറി പിള്ളേർക്ക് ഫ്രണ്ട് ഇരിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് അങ്ങ് കൊണ്ടിരുത്തിയത്. എന്റെ കയ്യിന് എന്റെ ശമ്പളം എടുത്താണ് നിനക്കൊക്കെ 501 സോപ്പ് വാങ്ങിച്ച് നിന്നെയൊക്കെ കുളിപ്പിച്ച് ഞാൻ ബാക്കിൽ കൊണ്ടിരുത്തിയത്. ആ നീയാണ് എന്റെ മോളെ. സാറേ ഞാൻ ഇപ്പം പഴയതുപോലെയല്ല. 2 നേരം കുളിക്കും, പല്ലൊക്കെ തയ്ക്കുന്നത്. വേണ്ട, പല്ലൊക്കെ സൂപ്പറായിട്ടിരിക്കും. സാറിന്റെ മോക്ക് എന്റെ അടുത്ത് ഇഷ്ടമല്ലെങ്കിൽ അവൾ എനിക്ക് ലെറ്റർ തരുമോ സാറേ? സാറൊന്ന് ആലോചിച്ച് നോക്കിയാണ്. എന്റെ മോള് നിനക്ക് പ്രേമലേഖനം. സാറേ ചിരിക്കാൻ വേണ്ടി പറഞ്ഞില്ല, സത്യമായിട്ട് സാറേ. സാറിന്റെ മോൾ എനിക്ക് പ്രേമലേഖനം സാറെ ചിരിക്കാൻ എനിക്ക് തന്നെന്ന്. അത് ആ പ്രേമലേഖനം എനിക്ക് കിട്ടിയത് കൊണ്ടാണ് സാറിന്റെ അടുത്ത് ഞാൻ ഇത് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ സാറിന് വിശ്വാസമാവുമല്ലോ സാറിന്റെ മോളുമായിട്ട് എനിക്ക് പ്രണയമുണ്ടെന്ന്. അപ്പൊ സാർ എനിക്ക് കെട്ടിച്ച് തരും. ശരി അങ്ങനെ എന്റെ മോക്ക് ഒരു അബദ്ധം പറ്റുമെങ്കിൽ അത് ഞാൻ കാണിക്കും. അങ്ങനെ സാറിനെ ഞാൻ പറ്റിക്കുന്നുണ്ട്. ഞാൻ സത്യസന്ധമായിട്ടുള്ള ആളാണ്. ഇതാ സാർ വായിച്ചോളൂ. സാർ വായിച്ചു. അപ്പൊ സാറിന് വിശ്വാസമാവുമല്ലോ. എന്റെ ദൈവമേ, എന്റെ മോക്ക് വല്ല അബദ്ധത്തെ പറ്റിയ എവിടെ ഞാൻ എന്റെ മരുമോനെ. സാറിന്റെ മോൾ ഭയങ്കര തമാശക്കാരി സാറേ. എന്നെ കുറിച്ച് അവൾ പൊക്കി എഴുതിയിരുന്നു. സാർ ഒന്ന് വായിക്കാൻ ഞാനും കൂടെ ഇരിക്കട്ടെ സാറേ. എന്നാലും അവൾ എന്നെ കുറിച്ച് ഇത്രയും നല്ല ഇതാണ്. അത് സാറിന് ഇഷ്ടപ്പെട്ടാണ്. അത് തന്നെ സാറേ. കുറെ നേരമായി സാറ് പണ്ടത്തെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ഞാൻ നിങ്ങളെ ശിക്ഷണൊക്കെ ശരിയാണ്. എന്നെ ദേഷ്യപ്പെടുത്തിയത് സാറേ. ചിരി എടുക്കണം സാറ്. സാറ് ഒരുമാതിരി അലിമ്പ്. സാറ് വായിക്കുന്നു സാറേ നിങ്ങൾ വായിക്കും സാറേ. നീ ഒരു കാര്യം ചെയ്യും, ഇത് നിന്റെ കൂട്ടുകാരന്മാർ ആരെയും കൊടുത്ത് വായിക്കുന്നതാണ് ഇത് നല്ലത്, മനസ്സിലായോ? അപ്പൊ സാറിന് വായിക്കാൻ പാടില്ലാത്ത എന്തോ അവൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതാണ് സാറ് ചിരിച്ചത്. അങ്ങനെ സാറ് എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടല്ലോ സാർ. സാറ് വായിച്ചു. സാറിന്റെ മോളെ സംഭവം ഒന്നല്ല. ഞാൻ സാർ വായിച്ചു. എന്റെ പൊന്നു സുന്ദര, എന്റെ പുറകെ നടന്ന് നിന്റെ ജീവിതം നീ വേസ്റ്റ് ആക്കി കളയരുത്. ഇത് നീ കേക്കണ സ്നേഹത്തോടെ. എടാ തെണ്ടി, എടാ പട്ടി, എടാ എരപ്പാളി, എടാ പോക്കിരി. हे प्रभु हे हरि राम कृष्ण जगन्नाथ प्रेमानंद, ये क्या हुआ? गलाव से पानी आ गया. നിനക്ക് പോയി ചത്തോടാ നിനക്ക്.